ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലൊക്കെ ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കാറുണ്ട്. അപ്പോൾ ആൾ പറയുന്ന ഒഴിവില്ല, 2 ദിവസം കഴിഞ്ഞ് വരാമെന്നൊക്കെ പറയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആൾ വന്നാൽ തന്നെ നമുക്ക് 300 അല്ലെങ്കിൽ 400 രൂപ അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളപ്പോൾ അത് കണ്ടു നോക്കും. അപ്പോൾ നമ്മുടെ ഹൈ സ്പീഡ് എന്ന് പറഞ്ഞ ഫാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോംപ്ടൻ്റെ ആണത്. അപ്പോൾ അതിന് ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് 2 സ്പാനർ വേണം, 10-11. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 കുറച്ചുകൂടി ഈസി ആയിരിക്കും ടൈറ്റ് ചെയ്യാൻ. പിന്നെ ഒരു സ്ട്രിപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. പ്ലെയർ ആയാലും കുഴപ്പമില്ല. ഈ വയറ് നമുക്ക് സ്ലീവ് കളയാൻ വേണ്ടിയിട്ട് അത് ഈസി ആയിരിക്കും. പിന്നെ എല്ലാ പ്ലെയർ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു വയർ വേണം നമുക്ക്. 2 കഷ്ണം വയർ വേണം. പിന്നെ നമുക്ക് മൈനസും പ്ലസ് ഏതായാലും കുഴപ്പമില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. എൻ്റെ കയ്യിൽ ഇപ്പം മൈനസ് മാത്രമേ ഇരിക്കുന്നുള്ളൂ, അതുകൊണ്ട് മൈനസ് എടുത്തു. പ്ലസ് ആണ് കുറച്ചുകൂടി എളുപ്പം. പിന്നെ ഒരു ടെസ്റ്റർ, നമുക്ക് കറണ്ട് ഉണ്ടോയെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അത് വെക്കാം. പിന്നെ ഞാൻ ഈ ബോക്സ് ഇപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ബോക്സിൽ ആദ്യം ഇതെന്ന് പറയുന്നത് നമ്മുടെ റോഡാണ്, അത് നമ്മൾ നീക്കി വെച്ചു. പിന്നെ ഇത് 2 കപ്പാണ്, മുകളിലും താഴെയും വയ്ക്കാൻ വേണ്ടി, ഭംഗിക്ക് വേണ്ടി വയ്ക്കുന്നതാണ്. പിന്നെ ഈ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്, അത് നമ്മൾ നീക്കി വെച്ചു. പിന്നെ ഇത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഈ തെർമോക്കോളിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രാച്ചസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വയർ കണക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ബോക്സ് ഉണ്ട്, അതിലാണ് നമ്മുടെ ഫാനിൻ്റെ ലീവ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഊരിയെടുക്കാം. ഇനി നമുക്ക് ഫിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പം എന്നിട്ട് നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് വയ്ക്കുക. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ലൂസ് ചെയ്ത് അത് ഊരിയെടുക്കാം. ഇതൊരു വാഷാണ്, സ്പ്രിങ് വാഷ് എന്നാണ് പറയുക. അപ്പോൾ അത് ഇടാൻ മറക്കരുത്. അത് ഇടാണെങ്കിൽ നമുക്ക് നെറ്റ് ലൂസ് ആവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇതെല്ലാം. പിന്നെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ഹാൻഡ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് വല്ലാതെ ടൈറ്റ് ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ രണ്ടാമത്തെ ചെയ്യാണ്. നമ്മൾ രണ്ടാമത്തെയും ടൈറ്റ് ചെയ്ത് ഫിനിഷ് ആവാറേ. 2 കഴിഞ്ഞ് ഇനിയിപ്പോൾ മൂന്നാമത്തെ ഞാൻ ഫിക്സ് ചെയ്യാൻ പോകണം. മൂന്നാമത്തെ ലീഫ് ഞാൻ എടുത്തു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. കൈ കൊണ്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പം അതും നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിയാണ്. അപ്പോൾ നമ്മൾ 3ഉം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം ടൈറ്റ് ആണോ എന്ന്. ഇനി നമുക്ക് ഈ റോഡ് ഫിക്സ് ചെയ്യണം. റോഡ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഇങ്ങനെ 3 ഹോളുകളുള്ളത് ഫാൻ്റെ ഈ മോട്ടർ ഇരിക്കുന്ന ഭാഗത്തേക്കും, 2 വെറും ഒറ്റ ഹോളുള്ളത് ഫാൻ മുകളിൽ നമ്മൾ ചുമരുമ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോർമൽ വെച്ചാൽ മതി. അപ്പോൾ വേറെ കവർ നമുക്ക് കിട്ടും. ഇപ്പോൾ അതിലൊരു നെറ്റും ഒരു ബോൾട്ടും കിട്ടും. അത് വെച്ച് നമുക്ക് ഈ താഴ്ഭാഗം ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് അതുമൊരു ചെറിയൊരു ചാവി ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഊരാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പ്രിങ് വാഷ്. ഇതിനുണ്ട്, അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഈ നെറ്റ് ലൂസ് ആവണ പ്രശ്നങ്ങളൊന്നും വരില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ താഴ്ഭാഗത്ത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിനേക്കാൾ മുമ്പ് നമുക്ക് ജസ്റ്റ് വയറൊന്ന് ഇതുവരെ ഇൻസെർട്ട് ചെയ്ത് വെക്കാം.
ഈ വയർ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് മുകളിൽ നമുക്ക് ഫാനിൽ എൻ്റെ അടുത്ത് വയർ വന്ന് കിടക്കുന്നുണ്ടാവില്ല, അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വയർ നമ്മൾ ഇടുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യാം. ആ നെറ്റ് അധികം ഇട്ടു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതൊന്നും ആരും വിചാരിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ഫ്രീ ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2 സ്പാനർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്പാനർ ആണെങ്കിൽ പറ്റും, പക്ഷെ ചിലപ്പോൾ തിരിഞ്ഞ് നിൽക്കാൻ വഴിയുണ്ട്, തിരിഞ്ഞ് പോകാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 സ്പാനർ എടുത്തോളാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്പാനർ ആണെങ്കിലും ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു ബോൾട്ട് കൂടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞ ചാവി ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കടത്തിടുക, രണ്ട് സൈഡിലേക്ക് ഒന്ന് ചെരിച്ചു വയ്ക്കുക. അപ്പോൾ അത് കറക്റ്റായി. ഇനി നമ്മൾ വയർ സ്ലീവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കാം. 2 സ്ലീവ് ചെയ്തു. അതിലിപ്പോൾ റെഡും ബ്ലാക്കും കാണാൻ പറ്റും. അപ്പോൾ ബ്ലാക്കിൽ നമ്മൾ ബ്ലാക്ക് കൊടുക്കുക. അതായത് ആ നീല കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന ഒരു ബ്ലാക്ക് പോർഷൻ കാണാം, അതിൽ നമ്മൾ ബ്ലാക്ക് വയർ കൊടുത്തു. റെഡ് നമ്മൾ റെഡിൽ കൊടുത്തു. ഇനിയിപ്പോൾ റെഡല്ല നിങ്ങളുടെ കയ്യിൽ കാണുന്നത് ഏത് വയർ കൊടുത്തു കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല. ഫാനിന് നമ്മൾ സാധാ ബൾബിന് അതിനൊന്നും ന്യൂട്രലും ഫേസൊന്നും വിഷയമില്ല. ഇപ്പം നമ്മൾ കപ്പുകൾ തമ്മിൽ ഇറക്കി വെച്ചു. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതാണ്. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറണ്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഇതാണ് നമുക്ക് 2 വയർ വരുന്നത്. അതിലിപ്പോൾ കാണുന്ന ഈ വയറിലാണ് ന്യൂട്രലും ഫേസും വരുന്നത്. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ചാൽ അതിൽ നമുക്ക് കറണ്ട് ഇല്ല. ഇനി ഈ ഒരു പോർഷൻ നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ആ ഹുക്കിൽ വെക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഈ ഫാൻ ഫിക്സ് ചെയ്യുക, ആ വയർ കണക്ട് ചെയ്യുക. അത്രയും ഭാഗമുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിന് നെട്ടെല്ലാം ഊരിയെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഊരിയെടുത്തു. നമുക്ക് കയ്യിൽ കിട്ടി. ആ നെട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറക്കാൻ കിട്ടണ പോലെ ജസ്റ്റ് ഇതും കൂടി ഒന്ന് നമുക്ക് ലൂസ് ചെയ്യാം. അത് ഊരിയെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി. എന്നിട്ട് അതിലൂടെ ജസ്റ്റ് ഒന്ന് ഇറക്കിയെടുക്കുക. അതിനുശേഷം ഞാനത് നമ്മുടെ ഫാൻ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഹോൾ അതിൽ കാണാൻ സാധിക്കും. ആ ഹോളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ബോൾട്ട് കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. അപ്പം ഞാനത് കടത്താണ്. ഇപ്പോൾ ഫാൻ ആ ബോൾട്ടിലാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ബോൾട്ട് നമ്മൾ കടന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ജസ്റ്റ് ടൈറ്റ് ചെയ്യണം. അപ്പുറത്ത് ഒരു സ്പാനർ വെച്ചു, ഇപ്പുറത്തുനിന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് ലൂസാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ടൈറ്റ് ചെയ്തു. മുഴുവനായിട്ടും ടൈറ്റ് ചെയ്യുക. ഇനി നമ്മൾ ആ മുകളിൽ വന്നിരിക്കുന്ന 2 വയറിലേക്ക് ഈ 2 വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ്റെ കണക്ഷൻ മൊത്തം തീർന്നു. അപ്പം ഞാൻ അതിൻ്റെ യെല്ലോയിലേക്ക് നമ്മൾ ബ്ലാക്കും ബ്ലൂവിലേക്ക് നമ്മുടെ റെഡും കൊടുക്കണം. അപ്പോൾ അത് കണക്ഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഗ്യാരണ്ടി പേപ്പർ. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മിസ്സാവണ പ്രോബ്ലം ഇല്ല. നമ്മൾ അലമാരിയിലൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അത് വെച്ച് കഴിഞ്ഞാൽ
പിന്നെ അത് മിസ്സായി പോവില്ല. ഇനിയിപ്പോൾ അലമാരിയിൽ എടുത്ത് വയ്ക്കണമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കഴിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എടുത്ത് വെച്ചാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് വാറണ്ടിക്ക് ആവശ്യം വരുമ്പോൾ ഇത് പൊന്നിച്ച് ഞാൻ സ്വിച്ച് ഓണാക്കി നമ്മുടെ ഫാൻ കറങ്ങി. ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.